നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി വെളിപ്പെടുത്തൽ. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, വാവിട്ട് നിലവിളിച്ചു. അറസ്റ്റ് ഭീഷണിയുണ്ടെന്നും ജയിലിൽ കിടക്കാൻ വയ്യെന്നും പറഞ്ഞു. എനിക്ക് ബിജെപിയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. പി.സി. വിശ്വനാഥ് എം.എൽ.എയുടേതാണ് വെളിപ്പെടുത്തൽ. റോഡിന്റെ നിർമ്മാണം കരാറുകാരൻ ഉപേക്ഷിച്ചു. പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടി പ്രദേശവാസികൾ. ഈ പൊടി ഇത്രയും കയറി ഞങ്ങൾ തുമ്മലും പനിയും മാത്രം ഞങ്ങൾ സഹിക്കാൻ വയ്യ. അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ മുളപ്പുമൺ വെള്ളാരംകുളം റോഡിന്റെ നിർമ്മാണമാണ് കരാറുകാരൻ ഉപേക്ഷിച്ചത്. പാവുമ്പയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പാവുമ്പ പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. തകരാർ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി വെളിപ്പെടുത്തൽ. അറസ്റ്റ് ഭീഷണിയുണ്ടെന്നും ജയിലിൽ കിടക്കാൻ വയ്യെന്നും പറഞ്ഞു. പി.സി. വിശ്വനാഥ് എം.എൽ.എയുടേതാണ് വെളിപ്പെടുത്തൽ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി വെളിപ്പെടുത്തൽ. ബിജെപിയിൽ ചേർന്നില്ലെങ്കിൽ ജയിലിൽ പോകുമെന്ന് പറഞ്ഞതായി പി.സി. വിശ്വനാഥ് എം.എൽ.എയാണ് വെളിപ്പെടുത്തിയത്. ഞാൻ നാളെ പാർട്ടി വിട്ട് ബിജെപിയിൽ പോകും, ഇല്ലെങ്കിൽ മറ്റന്നാൾ അവർ എന്നെ ജയിലിലാക്കും. ബിജെപിയിൽ ചേരുന്നതിന്റെ തലേന്ന് രമേശ് ചെന്നിത്തലയെ വിളിച്ച് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന അശോക് ചവാൻ വാവിട്ട് കരഞ്ഞു എന്നാണ് എ.ഐ.സി.സി. സെക്രട്ടറി കൂടിയായ പി.സി. വിശ്വനാഥ് എം.എൽ.എ വെളിപ്പെടുത്തിയത്. അശോക് ചവാൻ പാർട്ടി വിടുന്ന സമയത്ത് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുകയായിരുന്നു. പാർട്ടിയിൽ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല അപ്പോൾ സഭയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് ചവാൻ പാർട്ടി വിടുന്നെന്ന വാർത്ത കാണിച്ചു കൊടുത്തു. ചവാൻ തന്നെ വിളിച്ച് വാവിട്ട് കരഞ്ഞ കാര്യം രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞതായാണ് കുണ്ടറയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി.സി. വിശ്വനാഥ് എം.എൽ.എ പറഞ്ഞത്. ഈ അശോക് ചവാൻ ബിജെപിയിൽ ചേരുന്ന വാർത്ത നിയമസഭ നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയോട് ഞാനാണ് എന്റെ ഫോണിൽ വന്ന ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളുടെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, അശോക് ചവാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഞാനും അശോക് ചവാനും ആദിലാബാദ് വരെ ഒരുമിച്ച് യാത്ര ചെയ്താണ് ആ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഒരു 45 മിനിറ്റ് യാത്രയിലുടനീളം മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിൽ വരുന്നതിന്റെ മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അശോക് ചവാൻ. അശോക് ചവാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി. ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, വാവിട്ട് നിലവിളിച്ചു. എന്നോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബിജെപിയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഭീഷണിപ്പെടുത്തി നേതാക്കന്മാരെ എന്തിനാണ് ഇവർ കൊണ്ടുപോകുന്നത്? ഇവർക്ക് 370 മുന്നണിക്ക് 400 സീറ്റ് കിട്ടുമെങ്കിൽ പിന്നെ അവർ തന്നെ പോരെ? ഓടി നടന്ന് ആളെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്കറിയാം അവർക്കത് കിട്ടാൻ പോകുന്നില്ല. മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് തന്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞ ശേഷമാണ് കോൺഗ്രസ് വിട്ടതെന്ന് അശോക് ചവാന്റെ പേര് പറയാതെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മയെ വിളിച്ച് മഹാരാഷ്ട്രയിലെ ഒരു നേതാവ് കരഞ്ഞു, എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ നാളെ ബിജെപിയിൽ ചേരും, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ ജയിലിൽ പോകേണ്ടി വരും. അറസ്റ്റ് ഭീഷണി ഉണ്ടെന്നും ജയിലിൽ പോകാൻ ഇനി വയ്യെന്നും അദ്ദേഹം പറഞ്ഞെന്നായിരുന്നു മുംബൈയിൽ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന ചടങ്ങിൽ രാഹുലിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാൽനട യാത്രക്കാരൻ കാർ തട്ടി മരിച്ചു. ശൂരനാട് വടക്ക് തെക്കേമുറി സ്വദേശി മാത്യു ആണ് മരിച്ചത്. കൊല്ലം തേനി ദേശീയപാതയിൽ ശൂരനാട് അരീക്കൽ കലങ്കിന് സമീപമായിരുന്നു അപകടം. കാൽനട യാത്രികൻ കാർ തട്ടി മരിച്ചു. ശൂരനാട് വടക്ക് തെക്കേമുറി മുകുളുവിളത്തെക്കതിൽ മാത്യു ആണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. കൊല്ലം തേനി ദേശീയപാതയിൽ ശൂരനാട് അരീക്കൽ കലങ്കിന് സമീപം രാത്രി 7:30യോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മാത്യുവിനെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് മാത്യു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് പോരുവഴി മാർ ബെസോലിയസ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. മോദിയുടെ ഗ്യാരണ്ടി ജനം കടലിലെറിയുമെന്ന് പി.സി. വിശ്വനാഥ് എം.എൽ.എ. കുണ്ടറയിൽ UDF നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ മോദിക്കായിട്ടില്ലെന്നും എം.എൽ.എ. പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികൾ ജനം അറബിക്കടലിൽ എറിയുമെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. UDF നിയോജക മണ്ഡലം കൺവെൻഷൻ കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് സമയത്ത് BJP പലതരം ഗ്യാരണ്ടി കാർഡുകൾ ഇറക്കുന്നുണ്ട്. കോൺഗ്രസ് തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാറ്റവും വരുത്താൻ മോദിക്കായിട്ടില്ലെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. 10 വർഷം ഭരിച്ചിട്ടും മോദി സർക്കാരിന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ധനം, പാചകവാതകം എന്നിവയുടെ വിലവർധനയിലൂടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കാനും നോട്ട് നിരോധനത്തിലൂടെ ജനങ്ങളെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനും മാത്രമാണ് അദ്ദേഹത്തിനായത്. കേന്ദ്രം ഭരിക്കുന്ന BJP കോർപ്പറേറ്റുകളുടെ തടങ്കലിലാണെന്നും വിഷ്ണുനാഥ് പറഞ്ഞു. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും കുറഞ്ഞ് ഇവർക്ക് രണ്ടുപേർക്കെങ്കിലും അറിയാം, അവരുടെ കാലിന്റെ അടിയിലെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോവുകയാണ്. ഓടി നടന്ന സഖ്യകക്ഷികളെ ഉണ്ടാക്കുകയാണ്. ഇലക്ഷൻ 1 മാസത്തിന് മുമ്പ് നിതീഷ് കുമാറിനെ ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നവീൻ പട്നായിക്കിനെ ഭയപ്പെടുത്തി മുന്നണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവർക്ക് മാത്രം 370 സീറ്റ്, മുന്നണിക്ക് 400 സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പുതിയ കക്ഷികളെ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യമുണ്ട്. UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, KC രാജൻ, MM നസീർ, AA അസീസ്, നൌഷാദ് യൂനിസ്, സൂരജ് രവി, KS വേണുഗോപാൽ, N അജകേശൻ, കുളത്തൂർ രവി, DC കുംഭകാടൻ, വേണുഗോപാൽ, TC വിജയൻ, റാംമോഹൻ, ആന്റണി ജോസ്, KRV സഹജൻ, കായിക്കര നവാബ്, സുൽഫിക്കർ സലാം, ഷെരീഫ് ചന്ദ്രനത്തോപ്പ്, രാജു D പണിക്കർ, AL നിസാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സ്രായിക്കാട് അരേജന കരയോഗത്തിന്റെ കിഴക്കുഭാഗത്തെ പഞ്ചായത്ത് വക സ്ഥലം ക്ഷേത്രത്തിനും ആചാരങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ മതിൽ കെട്ടി ഉയർത്തുന്നത് ഭക്തർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാകുമെന്ന് ധീവരസഭ. ക്ഷേത്രത്തിന്റെ മുന്നിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ കരയോഗവുമായി ആലോചിച്ച് ചെയ്യണമെന്ന ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്തതായും ഇവർ ആരോപിച്ചു. കുറ്റക്കാരനായ ഓവർസിയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്രായിക്കാട് അരേജന കരയോഗത്തിന്റെ കിഴക്കുഭാഗത്തുള്ള സ്ഥലം 40 വർഷമായി കരയോഗം അനുഭവിച്ചു വരുന്ന പഞ്ചായത്തിന്റെ സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ക്ഷേത്രത്തിനും ക്ഷേത്രാചാരങ്ങൾക്കും വിഘ്നമുണ്ടാക്കുന്ന രീതിയിൽ മതിൽ കെട്ടിപ്പൊക്കുന്നത്. ഇതിനെ വിശ്വാസികളായ മത്സ്യത്തൊഴിലാളികൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഭക്തജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന വിഷയമായതിനാലാണ് കരയോഗം ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്നാണ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. വിഷയം പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചെങ്കിലും കരയോഗം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്ത് മുഖവിലക്കെടുത്തില്ല. ക്ഷേത്രത്തിന്റെ മുന്നിൽ ഏത് നിർമ്മാണ പ്രവർത്തനം നടത്തിയാലും അത് കരയോഗവുമായി ആലോചിച്ച് നടത്തൂ എന്ന ഉറപ്പ് പഞ്ചായത്ത് അധികൃതർ ലംഘിച്ചിരിക്കുകയാണ്. ആലപ്പാട് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ഓവർസിയർ അനീഷിന്റെ നേതൃത്വത്തിൽ മതിൽ കെട്ടിപ്പൊക്കാൻ ആരംഭിച്ചപ്പോൾ വിശ്വാസികൾ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓവർസിയർ അനീഷ്, AE സീന എന്നിവരോട് വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സമയം ഓവർസിയർ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും കരയോഗം ഭാരവാഹികളെ അധിക്ഷേപിക്കുകയും ചെയ്തു. കരയോഗം പ്രസിഡന്റ് രഞ്ജിത് കുമാറിനെ ഓവർസിയർ അനീഷ് പിടിച്ചുതള്ളുകയും കരയോഗത്തിന്റെ രേഖകൾ പിടിച്ചുവാങ്ങി നശിപ്പിക്കുകയും ചെയ്തു. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച പ്രസിഡന്റിനെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ചെയ്തു. പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു ഉദ്യോഗസ്ഥൻ, താഴെ കിടക്കുന്ന ഉദ്യോഗസ്ഥൻ, ഒരു നാടിന്റെ പ്രധാന പ്രസിഡന്റ്, പ്രധാന പുരുഷനെ കൈയേറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കുന്നു. ഈ പ്രതിഷേധം പല സ്ഥലങ്ങളിലും അലയടിക്കും എന്നൊരു യാതൊരു സംശയമില്ല. കാര്യം കരയോഗം പ്രസിഡന്റിനെയാണ് പുള്ളി ഒരു ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത്. സാധാരണ ഉദ്യോഗസ്ഥന്മാരും കരയോഗങ്ങളോട് കൂടിയിരുന്നാണ് അവിടുത്തെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാറുള്ളത്. സ്കൂളിലെ പ്രവർത്തനമായാലും കരയോഗം ആശുപത്രി പ്രവർത്തനമായാലും എല്ലാം നടക്കും. അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാ കരയോഗത്തിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട് അവിടെ എല്ലാ കാര്യവും. ഞങ്ങളോട് ഈ കാണിക്കുമ്പോൾ അത് വളരെമായി നമുക്ക് വേദനയുണ്ട് ഈ കാര്യത്തിൽ. തുടർന്ന് ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ കരയോഗം പ്രസിഡന്റിനും കരയോഗ അംഗത്തിനുമെതിരെ കള്ളപ്പരാതി നൽകി. അവർ കള്ളപ്പരാതി കൊടുക്കുകയും ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ അവർ കള്ളപ്പരാതി കൊടുക്കും. ഇതിനെതിരായിട്ട് ഞങ്ങൾ പരാതികളും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഭക്തജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും വംശീയമായി അധിക്ഷേപിക്കുകയും സ്രായിക്കാട് അരേജന കരയോഗം പ്രസിഡന്റിനെ മർദ്ദിക്കുകയും ചെയ്ത പഞ്ചായത്ത് ഓവർസിയർ അനീഷിനെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു. ഇത് ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടാണ്. ആ ക്ഷേത്രത്തിന്റെ 3 വശം മതിലിട്ടോ കുഴപ്പമില്ല. ആ ഫ്രണ്ട് വഹിക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ദർശനത്തിന്റെ ഫ്രണ്ടിലും സെക്രട്ടേറിയറ്റ് പോലെ മതിൽ വരിക. അത് അവർ പറഞ്ഞു ഒക്കെ കുറച്ച് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പറഞ്ഞു അത് അതിന് തിരിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അതല്ല അയാൾ കാണിച്ചത്. അയാൾ വ്യക്തിപരമായി വേറെ ഏതോ ഒരു വൈരാഗ്യം
ഞങ്ങൾ ഏൽപ്പിച്ചതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും കൂടെ ഞങ്ങൾ ഈ യോഗം ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ധീവരസഭ ജില്ലാ സെക്രട്ടറി പ്രിയകുമാർ, അരേജന കരയോഗം സെക്രട്ടറി എസ് ബിജു, സജീവൻ, സെൽവകുമാർ, സജയൻ, അഭിലാഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. റോഡിന്റെ നിർമ്മാണം ഉപേക്ഷയെ തുടർന്ന് ഒരു നാട്ടിലെ ജനങ്ങൾ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു. അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ മുളപ്പമൺ വെള്ളാരംകുളം റോഡിന്റെ നിർമ്മാണമാണ് കരാറുകാരൻ ഉപേക്ഷിച്ചത്. 1.5 വർഷം മുമ്പ് ടാറിംഗ് നടത്തുന്നതിനായി നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ നിലവിലെ റോഡിലെ ടാർ ഇളക്കി മാറ്റി ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. റോഡിന്റെ പണി ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങിയതാണ് നാട്ടുകാർ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടാൻ കാരണമായത്. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള വീടുകളിലേക്ക് പൊടിശല്യം രൂക്ഷമാവുന്നത് മൂലം അലർജി രോഗവും മറ്റ് ശ്വാസകോശ രോഗങ്ങളും ബാധിച്ച് ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. തുമ്മലും ചുമയും അത് പിള്ളേർക്ക് എന്നും ഉണ്ട്. ഈ പൊടി അടിച്ചിട്ട് മിക്ക ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ നേരമുള്ളൂ. ഈ പൊടി ഇത്രയും കയറി ഞങ്ങൾ തുമ്മലും പനിയും മാത്രം ഞങ്ങൾ സഹിക്കാൻ വയ്യ. ഞങ്ങളെ വീട് പൊടിഞ്ഞ് റോഡിലെ നിലവിലെ ടാർ JCB ഉപയോഗിച്ച് ഇളക്കി മാറ്റിയതോടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ഒരുവിധം വണ്ടിയെങ്കിലും കൊണ്ടുപോകരുത്. ഇപ്പോൾ 7-8 മാസം കൊണ്ട് ഒരു വണ്ടി പോലും വാങ്ങത്തില്ല. വൃത്തിയായിട്ട് കിടന്ന റോഡാ. ഇപ്പോൾ ഈ 1 മാസം മുമ്പ് 2 പെൺപിള്ളേർ മറിഞ്ഞു വീണ് കാലും കൈയൊക്കെ ഒടിഞ്ഞ് ആരും കണ്ടില്ല. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ വണ്ടി വിളിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. മഴയായ ഇതിലെ ഒരു വണ്ടി പോലും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്കൂട്ടിയിൽ സ്ഥിരമായിട്ട് പോകുന്ന പിള്ളേരെയും കൊണ്ട് സ്കൂട്ടിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം വീണ് പിള്ളേരുമായിട്ട് മറിഞ്ഞു വീണ് സ്കൂളിൽ പോയ വഴിക്ക് റോഡ് ഇങ്ങനെ ആയതിനു ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡിൽ അടിയന്തരമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളെ പൊടിശല്യത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 2 വർഷം മുമ്പ് ഒരു കരാറുകാരൻ വന്ന് ഞങ്ങളുടെ ഈ റോഡ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഈ റോഡിൻ്റെ പണിയെന്നും പറഞ്ഞ് കുറച്ച് ഭാഗമെല്ലാം താറെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം പിന്നെ യാതൊരു വിധമായ പണികളും ഇവിടെ നടന്നിട്ടുമില്ല ഈ 2 വർഷം കൊണ്ട്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിലൂടെ 3 കോടി രൂപയാണ് ഈ റോഡിന്റെ ടാറിങ്ങിനായി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ റോഡിന്റെ കരാർ ഏറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1.5 വർഷം മുമ്പ് ആരംഭിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാതെ കരാറുകാരൻ റോഡിന്റെ നിർമ്മാണം ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തത്. വെള്ളാരംകുളം പുത്താറ്റ് റോഡ് 2 വർഷത്തിന് മുമ്പ് കരാറുകാരൻ ഇതിന്റെ റീടാറിങ്ങിന് എടുത്തിരുന്നു. എന്നാൽ കരാറെടുത്ത കരാറുകാരനാണെങ്കിൽ റോഡിന്റെ നിലവിലുള്ള ടാർ ഇളക്കി കളഞ്ഞതല്ലാതെ പിന്നീട് ഇതിന്റെ പുനർനിർമ്മാണമോ മറ്റോ ഒന്നും നടത്താതെ ഈ കരാറുകാരൻ മുങ്ങിയിരിക്കുകയാണ്. ഇതുമൂലം നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. അയാളുടെ ഫോൺ നമ്പർ പോലും ഇല്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടപ്പം മെമ്പർ പറഞ്ഞ് അയാളുടെ നമ്പർ കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും അയാളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ നമ്പറിന് വേണ്ടി എവിടെല്ലാം അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. വളരെ കഷ്ടപ്പെട്ടായി ഇപ്പൊ ഈ ഇവിടുത്തെ ജീവിക്കുന്നത്. പൊടി കാരണം കൊണ്ട് 2 വർഷമായി ഇവിടെ ആൾക്കാർ വന്ന് ഇടിച്ചു പൊളിച്ചിട്ട് നല്ല രീതിയിൽ കിടന്ന റോഡെല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് ഈ റോഡ് അവിടെ പിന്നെ പുത്താർ വരെ മൊത്തം പോയി കിടക്കുക. കുഴപ്പമൊന്നുമില്ലാതെ കിടന്ന റോഡാണ് JCB ഉപയോഗിച്ച് മാന്തി റോഡിന്റെ ടാർ ഇളക്കി മാറ്റി റോഡ് കുളമാക്കിയത്. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ ഓഫീസിന് മുമ്പാകെ സത്യാഗ്രഹമായി ഇരിക്കും എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പറയുന്നു. ഈ പ്രദേശവാസികളായ ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പാവുമ്പയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പാവുമ്പ പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. തകരാർ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. പാവുമ്പയിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ശുദ്ധജലക്ഷാമം രൂക്ഷമായത്. പാവുമ്പ ക്ഷേത്രം പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപം വലിയ പൈപ്പിടാനായി കുഴിച്ചിടത്താണ് പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതോടെ റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. പൈപ്പ് പൊട്ടിയ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പ്രദേശത്തെ കിണറുകളിൽ പോലും വെള്ളം കുറവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. സംഭവമായി പൈപ്പ് പൊട്ടുന്നത് ഞങ്ങൾക്കൊന്നും കിണറുകളൊന്നുമില്ല. ഞങ്ങൾ ഈ വെള്ളം കൊണ്ട് കുടിക്കുകയും കുളിക്കുകയും കഞ്ഞി വെക്കുകയും എല്ലാം ചെയ്യുന്നു. ഞങ്ങൾക്ക് കിണറേ ഇല്ല. ഞങ്ങൾക്ക് 2-3 വീട്ടുകാർ കിണർ. ഇപ്പൊ എത്ര ദിവസം കൊണ്ട് വെള്ളമില്ലെന്ന് അറിയാമോ? ഇന്നലെ ഇച്ചിരി വെള്ളം കൊണ്ടാണ് ഇന്ന് പൊട്ടി. ഇന്ന് പോലെ ഇനി വെള്ളമില്ല. ഇനി കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്താണ് പൈപ്പ് പൊട്ടി ജലം പാഴായിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്തത്. ന്യൂസ് ബ്യൂറോ, തഴവ.
കൊല്ലം പാർലമെന്റ് LDF സ്ഥാനാർത്ഥി M. മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. കടുത്ത വേനലിലെ കടത്തിവെട്ടുന്ന പ്രചാരണമാണ് നടക്കുന്നത്. മതേതര മൂല്യങ്ങളുടെ കരുതലോടെ കാവൽ നിൽക്കുന്ന മലയാളിയുടെ ജീവിത ഇടങ്ങളിൽ ഒരു ചലച്ചിത്ര താരത്തിന്റെ ജാടകളും അഭിനേതാവിന്റെ ചമയങ്ങളും പാടെ ഉപേക്ഷിച്ചാണ് കൊല്ലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥി ഇടതുമുന്നണിയിലെ M. മുകേഷിന്റെ പ്രചരണം മുന്നേറുന്നത്. കൊല്ലം ജില്ല ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ കടത്തിവെട്ടുന്ന പ്രചരണ പ്രവർത്തനങ്ങളാണ് മുകേഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് കൊല്ലം ചിന്നക്കട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വികാരമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൊല്ലത്തിന് വേണ്ടി, കൊല്ലത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടി അത്യന്തം ചൂടുകൂടിയ ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മുകേഷിന്റെ ആവേശം നിറഞ്ഞ 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അവസാന ഘട്ടത്തിലാണ്. കുടുംബയോഗങ്ങൾ തുടരുന്നുണ്ട്. കൊല്ലം പാർലമെന്റിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് M. മുകേഷ് അവകാശപ്പെട്ടു. ജന്മത്ത് കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് മുകേഷ് വന്നത്. ഇനി അതിന് കഴിയും, അത് കണ്ടിട്ട് പോകാം. ഇത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു വേവലാതിയും ആഗ്രഹവുമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജയ്പൂരിൽ നടന്ന റോയൽ കിഡ്സ് ഇന്ത്യ ഫാഷൻ ഷോയിൽ താരങ്ങളായി കൊല്ലം സ്വദേശികളായ അനാദിയും അനന്യയും. അനന്യ ഫസ്റ്റ് റണ്ണറപ്പും അനാദി സെക്കൻഡ് റണ്ണറപ്പുമാണ് കരസ്ഥമാക്കിയത്. കിഡ്സ് ഫാഷൻ ഷോയിൽ ഒട്ടനവധി വേദികൾ കീഴടക്കുകയാണ് ഇവർ. കിഡ്സ് ഫാഷൻ ഷോയിൽ ഒട്ടനവധി വേദികൾ കീഴടക്കുകയാണ് കൊല്ലം ഇൻഫന്റ് ജീസസ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയും കൊല്ലം ഇരവിപുരം സ്വദേശി സന്തോഷ് കുമാർ ഷൈനി ദമ്പതികളുടെ മകൻ അനാദിയും 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കേരളപുരം സ്വദേശികളായ ഉമേഷ് വീണ ദമ്പതികളുടെ മകളുമായ അനന്യയും ഫാഷൻ ഷോയിൽ നേട്ടങ്ങളേറെ കൈവരിച്ചിരിക്കുകയാണ് ഇരുവരും. ചെന്നൈ ഇന്റർനാഷണൽ ഷോയിലെ ഫസ്റ്റ് റണ്ണറപ്പാണ്. യശ് ഇന്റർനാഷണലിലെ റോയൽ പ്രൊഡക്ഷനിലെ ഫസ്റ്റ് റണ്ണറപ്പാണ്. ഞാൻ ചെന്നൈ ഇന്റർനാഷണൽ ഷോയിലെ സ്റ്റേറ്റ് പ്രിൻസസ് ഓഫ് കേരളയും കൂടാണ്. ഞാൻ ഏത് ഷോയ്ക്ക് ഇറങ്ങിയാലും എനിക്ക് ബെസ്റ്റ് റാംബോക്ക് ആണ്. എനിക്ക് മെയിൻ ടൈറ്റിൽസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എപ്പോഴായാലും ബെസ്റ്റ് റാംബോക്ക് കിട്ടും. പിന്നെ ഞാൻ എൻ്റെ ഒരു കഴിവ് തെളിയിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പഠിപ്പിച്ചിറക്കി. എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ കൊല്ലത്ത് നടന്ന ഷോയാണ് രാമവർമ്മ ക്ലബിൽ സൂപ്പർ നാഷണൽ ഐക്കൺ ഓഫ് ഇന്ത്യ. അവർക്ക് ടൈറ്റിൽ വിന്നർ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജയ്പൂരിൽ നടന്ന റോയൽ കിഡ്സ് ഇന്ത്യ S4 ഇന്ത്യ ഫാഷൻ ഷോയിൽ ഇവരായിരുന്നു യഥാർത്ഥ താരങ്ങൾ. അനന്യ ഫസ്റ്റ് റണ്ണറപ്പും അനാദി സെക്കൻഡ് റണ്ണറപ്പുമായി. കൊല്ലം ഫൊറോൻസ മോഡലിംഗ് കമ്പനിയുടെ ഉടമയും പരിശീലകനുമായ തൻവീർ താജാണ് കുട്ടികളെ പരിശീലിപ്പിച്ച് മത്സര രംഗത്തെത്തിച്ചത്. ഇത് എൻ്റെ സ്റ്റുഡൻസ് ആണ്. ഇത് അനാദി S. അനാദി ഒരു 15ഓളം ഡിസൈനർ ഷോയ്ക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അനാദിയെ പെജന്റിലോട്ട് ഇറക്കിയത്. പെജന്റിന് വേണ്ട ആവശ്യമുള്ള കൊറിയോയും വാക്കിംഗ് സ്റ്റൈലെല്ലാം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിറക്കിയത്. ഇറങ്ങിയ എല്ലാ പെജന്റുകളിലും ടൈറ്റിൽ വിന്നറായിരുന്നു അനാദി. അതേപോലെ തന്നെയാണ് ഇത് അനന്യ S. അനന്യ പറ്റി പറയുകയാണെങ്കിൽ അനന്യ 10ാമത്തെ വയസ്സിലാണ് ഷോയ്ക്ക് ഇറങ്ങിയത്. എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ടാണ് അനന്യ എന്നോട് ജോയിൻ ചെയ്തത്. അനന്യ എനിക്കിപ്പം ഒരു ഹെൽപ്പറും കൂടിയാണ്. അതായത് പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും ഇപ്പം അനന്യ കൊടുക്കുന്നുണ്ട്. സിനിമാ രംഗത്ത് ശോഭിക്കണമെന്നാണ് 2 കുട്ടിത്താരങ്ങളുടെയും ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്. അന്തർ സംസ്ഥാന മോഷ്ടാവിനെ മാവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ സ്വദേശി പ്രകാശ് ബാബു എന്നറിയപ്പെടുന്ന മുഹമ്മദ് നിയാസാണ് അറസ്റ്റിലായത്. നിലവിൽ ഇയാൾ ബംഗളൂരുവിലാണ് താമസം. മാവേലിക്കര നഗരത്തിലും ചെട്ടുകുളങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും നിരവധി മോഷണം നടത്തിയ കേസിലെ പ്രതിയെയാണ് മാവേലിക്കര പോലീസ് ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ താശ്ശേൽ വീട്ടിൽ ചന്ദ്രബാബുവിന്റെ മകൻ പ്രകാശ് ബാബു എന്ന് വിളിക്കുന്ന 45-കാരനായ മുഹമ്മദ് നിയാസാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ മാവേലിക്കര, ചുറ്റുകുളങ്ങര എന്നിവിടങ്ങളിൽ ആളില്ലാത്ത വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് ഇയാൾ മോഷണം നടത്തുന്നത് പതിവായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി KN രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര SHO S ബിജോയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഇയാളെ ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. മോഷണം നടത്തിയ വീടുകളിൽ CCTV ഉള്ള വീടുകളിലെ DVRൽ നിന്നും ഹാർഡ് ഡിസ്ക് അഴിച്ചെടുക്കുമായിരുന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളുടെ പേരിൽ കേസുകളുണ്ട്. കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മാഹി, മഞ്ചേശ്വരം, കൊല്ലം എന്നിവിടങ്ങളിലും മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും.
കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ BJPയിൽ ചേരുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തലയെ വിളിച്ച് വാവിട്ട് കരഞ്ഞതായി വെളിപ്പെടുത്തൽ. ഇന്നലെ രാത്രി എന്നെ വിളിച്ചു, വാവിട്ട് നിലവിളിച്ചു. അറസ്റ്റ് ഭീഷണിയുണ്ടെന്നും ജയിലിൽ കിടക്കാൻ വയ്യെന്നും പറഞ്ഞു. എനിക്ക് BJPയിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. PC വിശ്വനാഥ് MLAയുടേതാണ് വെളിപ്പെടുത്തൽ. റോഡിന്റെ നിർമ്മാണം കരാറുകാരൻ ഉപേക്ഷിച്ചു. പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടി പ്രദേശവാസികൾ. ഈ പൊടി ഇത്രയും കയറി ഞങ്ങൾ തുമ്മലും പനിയും മാത്രം ഞങ്ങൾ സഹിക്കാൻ വയ്യ. അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ മുളപ്പമൺ വെള്ളാരംകുളം റോഡിന്റെ നിർമ്മാണമാണ് കരാറുകാരൻ ഉപേക്ഷിച്ചത്. പാവുമ്പയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പാവുമ്പ പാലമൂട് റോഡിൽ വായനശാല ജംഗ്ഷന് സമീപമാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. തകരാർ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.